ഒരു ഡൗട്ട് ഉണ്ട്. ആളിന് 85% മാർക്കാണുള്ളത്. അപ്പൊ ആള് പറയുന്നത് അടുത്ത വർഷം തന്നെ നീറ്റൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് നോക്കുവാണെങ്കിലും കേരളത്തിൽ തന്നെ സീറ്റ് കിട്ടില്ലേ, പുറത്തോട്ടൊക്കെ എന്റെ ഫ്രണ്ട്സ് ഒക്കെ നോക്കുന്നുണ്ട്, അതിന്റെ ആവശ്യമില്ലല്ലോ, കേരളത്തിൽ തന്നെ ചെയ്യാനോ, എനിക്ക് 85% മാർക്കുണ്ട്. ആള് ജനറൽ കാറ്റഗറിയാണ്. ഒരിക്കലും സാധ്യത വളരെ കുറവാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേരളത്തിൽ ഏകദേശം 1.5 ലക്ഷം കുട്ടികൾ +2 സയൻസ് ബാച്ച് മാത്രം പഠിച്ചിറങ്ങുന്ന കുട്ടികളാണ്. 10,000 സീറ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് BSc നഴ്സിംഗ് ഉൾപ്പെടെയുള്ള പാരാമെഡിക്കൽ കോഴ്സിന്റെ സീറ്റുകൾ. അപ്പം അത്രയും സീറ്റ് അവൈലബിൾ അല്ല എന്നുള്ളതാണ്. ഈ 85% പോരാ നമുക്കിവിടെ കേരളത്തിൽ ഈ സീറ്റുകൾ കിട്ടുന്നതിന് 95 and above എങ്കിലും വേണം നമുക്ക് ഇവിടെ സീറ്റ് കിട്ടുന്നതിന്. ആള് ജനറൽ കാറ്റഗറിയും കൂടി ആകുമ്പോൾ ഒരു സാധ്യതയും കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജനറലിന് മാത്രമാണോ, ജനറൽ കാറ്റഗറിക്ക് മാത്രമാണോ അവർ ജനറലിനും OBCക്കും ഏകദേശം സെയിം തന്നെയാണ് വരുന്നത്. CST ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും 85 സാധ്യതയുണ്ട്. അപ്പൊ ആ കുട്ടി അടുത്ത വർഷം വരെ വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ പെർസെന്റേജ് മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ അതർ ഓപ്ഷൻസ് നോക്കുന്നതാണ് നല്ലത്. മറ്റേതെങ്കിലും സംസ്ഥാനത്തിൽ ട്രൈ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ. അപ്പോ ഈ കുട്ടികൾക്ക് എവിടെ നിന്നാണ് ഈ ഫേക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതെന്ന് അറിയില്ല. നമ്മുടെ വീഡിയോ കണ്ടിട്ട് അവർക്ക് ഇത്തരം അഡ്മിഷൻ എടുക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അതെ. ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എന്ത് തരത്തിലുള്ള ക്വറീസും ഞങ്ങളുമായി ബന്ധപ്പെടാം. സ്റ്റുഡൻസ് എഡ്യൂക്കേഷൻ സർവീസസ്